ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ ട്യൂട്ടോറിയലിൻ്റെ അടുത്ത പാർട്ടിലേക്ക് കയറുകയാണ്. ഇന്നത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനെ സംബന്ധിച്ചിടത്തോളം, എഡിറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം, വീഡിയോ എഡിറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിന്ന് ടൈം ലൈൻ കാണുന്നു, വീഡിയോസ് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാമെന്ന് കാണുന്നു, വീഡിയോസ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് കാണുന്നു, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് കട്ട്സുകൾ കാണുന്നു. പിന്നെ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഈസി ക്വിക്ക് എഡിറ്റിംഗ് മെത്തേഡും ഞാൻ പരിചയപ്പെടുത്തരും. സോ ലോങ് ആയിപ്പോയാൽ സാരമില്ല, പഠിക്കാനുള്ളവർക്ക് ഫോളോ ചെയ്യാം. സോ നമുക്ക് ആദ്യം ഒരു ക്ലിപ്പ് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. ക്ലിപ്പ് വളരെ സിമ്പിളാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടു, മീഡിയ പോളിൽ നമുക്ക് പോയി അറേഞ്ച് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് കണ്ടു. ഇവിടെ ഞാൻ കുറച്ച് വീഡിയോസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പണ്ട് ഞാൻ യുകെയിലായിരുന്നപ്പോൾ പീക്ക് ഡിസ്ട്രിക്ട് നാഷണൽ പാർക്കിൽ ഒരു പ്രാവശ്യം ഫോട്ടോ എടുക്കാൻ പോയിട്ട് വ്ളോഗ് ചെയ്യാൻ തീരുമാനിച്ചത്. അതൊന്നും വ്ളോഗ് ചെയ്തെങ്കിൽ അത് സക്സസ്ഫുൾ ആയില്ല, ഇപ്പോഴും സക്സസ്ഫുൾ അല്ല. അതുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ആ ക്ലിപ്പുകളിലൂടെ ഒന്ന് പോയി ചുമ്മാ വളരെ റഫ് എഡിറ്റ് കുറച്ച് ഭാഗങ്ങളൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഇപ്പോൾ എൻ്റെ സ്റ്റൈൽ ഓഫ് വീഡിയോ എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഡെഫിനറ്റ് ആയിട്ടും ഒരു എ റോളും ഡെഫിനറ്റ് ആയിട്ടൊരു ബി റോളും ഉണ്ടാവും. കാരണം നമ്മൾ ട്യൂട്ടോറിയലാണ്, നമ്മൾ സംസാരിക്കുകയാണ്, ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ വേറെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വ്ളോഗ് ചെയ്യുവാണ്, മെയിനായിട്ട് നമ്മുടെ വ്ളോഗിൻ്റെ മെയിൻ സാധനങ്ങളൊക്കെ എ റോളും, ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ സീൻ കാണിക്കുന്നതും സ്ഥലങ്ങൾ കാണിക്കുന്നതൊക്കെ നമ്മുടെ ബി റോളുമാണ്. അപ്പം എ റോളുകൾ ഞാൻ സാധാരണ ഒരുമിച്ചങ്ങ് ടൈം ലൈനിലേക്ക് ഇടുകയാണ്. അപ്പം അത് വളരെ എളുപ്പമാണ്. നമ്മൾ കമാൻഡ് എ ഞെക്കിയതിന് ശേഷം ഇങ്ങനെ അങ്ങ് വലിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാ ക്ലിപ്പുകളും അവിടെ വരും. അപ്പോൾ ഇനി ക്ലിപ്പുകൾ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ട് നോക്കാം. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? V1 എന്നൊരു സാധനം നമുക്ക് കാണും. അത് V1 എന്ന് പറഞ്ഞാൽ വീഡിയോ ട്രാക്കാണ്. A1 എന്ന് പറഞ്ഞാൽ ഓഡിയോ ട്രാക്കാണ്. അതിൻ്റെ അടുത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. 17 ക്ലിപ്പ് വീഡിയോ ട്രാക്ക് ഉണ്ട്, 17 ക്ലിപ്പ് ഓഡിയോ ട്രാക്ക് ഉണ്ടെന്നുള്ള കാര്യം കാണുന്നുണ്ട്. ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. ഈ ലോക്ക് നമ്മൾ ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ട്രാക്കിൽ നമുക്ക് ഒരു എഡിറ്റ് നടത്താൻ പറ്റില്ല, കട്ട് ചെയ്യാൻ പറ്റില്ല. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ മാത്രമേ കട്ട് ചെയ്യുള്ളൂ. കണ്ടോ അതാണ് സംഭവം. അത് നേരത്തെ അതേപോലെ തന്നെ നമ്മൾ ഓഡിയോ അങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം നടക്കില്ല. അപ്പോൾ കട്ട് ചെയ്യുന്നതിനൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതാണ് ലോക്ക് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഓട്ടോ ട്രാക്ക് സെലക്ടറാണ്. ഓട്ടോ ട്രാക്ക് സെലക്ടർ നമ്മൾ ഓണായിട്ടായിരിക്കും കിടക്കുക. അത് ഓഫ് ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവിടെയും ഈ പറഞ്ഞ പോലെ കട്ടുകളും ഓട്ടോമാറ്റിക്കലി ഉള്ള കട്ടുകളൊന്നും വരില്ല. കണ്ടോ, അവിടെ ആ ക്ലിപ്പെ മാത്രം ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ക്ലിപ്പ് സെലക്ട് ചെയ്താൽ മാത്രമേ അവിടെ കട്ടുകൾ വരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഇതിപ്പോൾ ഓൺ ആണെങ്കിൽ ഞാൻ പിടിച്ച് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പ്ലിറ്റായി പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ അത് നോർമലി ഓണായിട്ടാണ് കിടന്നാൽ ഓണായി കിടന്നാൽ മതി. പിന്നെ ഇത് ഡിസേബിൾ വീഡിയോ ട്രാക്കാണ്. ആ വീഡിയോ ട്രാക്ക് നമുക്ക് മൊത്തത്തിൽ ഡിസേബിൾ ആക്കാം. സെയിം എഫക്റ്റാണ്. പേഴ്സണലി ഞാനത് ഉപയോഗിക്കാറില്ല, ലോക്ക് ഉപയോഗിക്കാറുണ്ട്, ഡിസേബിളും ചെയ്യാറുണ്ട്. എന്തിനാണെന്നുള്ള കാര്യം നമുക്ക് വഴിയേ പഠിക്കാം. സോ നമ്മൾ ക്ലിപ്പുകളെല്ലാം ആഡ് ചെയ്തു. ഇനി ജസ്റ്റ് ഇതിൻ്റെ മുകളിലുള്ള കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് ഇതിങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് എത്രത്തോളം ക്ലിപ്പുകൾ നിങ്ങൾ വലിച്ചിടുന്നോ അത്രത്തോളം നിങ്ങളുടെ വീഡിയോ ട്രാക്കുകൾ മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എത്ര വരെ പോകുമെന്ന് എനിക്കറിയത്തില്ല. അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. വെറുതെ ഇരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ബേസിക് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ. പക്ഷേ ഈ ഭാഗത്തുള്ള ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെലക്ഷനാണ്. ഈ ഒരു ടൂൾ, അത് മൗസ് പോയിൻ്റർ വരും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ട്രിം എഡിറ്റ് മോഡാണ്. പിന്നെ ഇത് ഡൈനാമിക് എഡിറ്റ് ട്രിം മോഡാണ്. ഇത് നമ്മുടെ ബ്ലേഡാണ്. ഞാനിതൊന്നും അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതൊന്നും ഉപയോഗിക്കാണ്ട് കീബോർഡ് ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ പഠിക്കും. ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമുക്കതൊക്കെ വഴിയെ ഓരോ ഇൻഡിവിജ്വൽ വീഡിയോസ് ആയിട്ട് ചെയ്യാം. പക്ഷേ ട്യൂട്ടോറിയൽ ഇങ്ങനെ നീണ്ടു പോകുന്നു. പലരും ചോദിക്കുന്നത് ഇത്ര എണ്ണം ഉണ്ടാവും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രിക്കുകൾ ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ പറഞ്ഞു തരും. അപ്പോൾ ഇത് ബ്ലേഡ് മോഡാണ്. ബ്ലേഡിന് ഒക്കെ ഷോർട്ട് കട്ട് ഉണ്ട്, ഞാൻ പഠിപ്പിച്ചു തരും. പിന്നെ അതുപോലെ തന്നെ ഇത് ഇൻസേർട്ട് ക്ലിപ്പ് എന്നാണ്. അത് നമുക്കൊരു ക്ലിപ്പ് ഇൻസേർട്ട് ചെയ്യാനാണ്. ഇത് ഓവർ റൈറ്റ് ക്ലിപ്പാണ്. അതായത് ഇപ്പോൾ ഈ ഒരു ക്ലിപ്പിനെ ഓവർ റൈറ്റ് ചെയ്യുന്നു. നമ്മൾ ഇവിടെ നിന്ന് ചെയ്യുമ്പം ഇപ്പോൾ ഇവിടെ ഇന്നും ഔട്ടും ഇട്ട് നമ്മൾ ഇവിടെയുള്ള ഈ സാധനത്തെ ഓവർ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഭാഗത്ത് വന്ന് കയറും. അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അത്ര വലിയ സീനുള്ള കാര്യമല്ല. നമുക്കിവിടെ ഇന്നും ഔട്ടും ഇട്ടിട്ട് നമുക്ക് അവിടെ നിന്ന് വലിച്ചിടാൻ വേണമെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള എഡിറ്റിലേക്കൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ റീപ്ലേസ് ക്ലിപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ക്ലിപ്പിനെ ഇവിടെ നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ്. എന്നിട്ട് വേറൊരു ക്ലിപ്പ് നമ്മൾ സെലക്ട് ചെയ്ത ക്ലിപ്പ് അവിടെ വരികയാണ്. ഇത് നമ്മുടെ മാഗ്നറ്റാണ്. മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്നാപ്പിങ്, സാധാരണ മാഗ്നറ്റ് എന്നാണ് പറയുന്നത്. സ്നാപ്പിങ് ഓൺ ആണെങ്കിൽ നമ്മളിങ്ങനെ ഓരോ കട്ടിലൊക്കെ വന്നത് ഇങ്ങനെ പിടിച്ച് നിൽക്കും. അത് ഓഫ് ആണെങ്കിൽ അത് അങ്ങനെ പിടിച്ചു നിൽക്കില്ല. നമുക്ക് ഉപകാരമാണ്. വേറൊരു വീഡിയോ ഒക്കെ ഈ തമ്മയിലിൻ്റെ അല്ല ഈ പ്ലേ ഹെഡിൻ്റെ അടുത്ത് കൊണ്ട് വെക്കാൻ നേരത്തെ അത് കൺഫ്യൂഷൻ ആവില്ല. അതൊരു പിടുത്തം വരും അവിടെ. അത് ഓഫാണെങ്കിൽ അങ്ങനെ വരില്ല. പിന്നെ അത് നമ്മുടെ ലിങ്കാണ്. ലിങ്ക് ഓൺ ആണെങ്കിൽ ഇപ്പം ഈ വീഡിയോയും ഈ ഓഡിയോയും തമ്മിൽ കണക്റ്റഡ് ആണല്ലോ. കണക്റ്റഡ് ആണല്ലോ. പക്ഷേ ലിങ്ക് ഓഫ് ആണെങ്കിൽ അത് തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അത് തെന്നിത്തെറിച്ച് നടക്കും. അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായ ഉപകാരമുണ്ട്. പിന്നെ ലോക്കുണ്ട്.
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മളുടെ ടൈം ലൈൻ്റെ വ്യൂയിങ് ആണ്, കണ്ടോ. ഇത് കുറച്ച് ടൈം ലൈൻ കൃത്യം എൻ്റയർ സാധനം കാണിക്കുന്നു. ഇത് ഡീറ്റെയിൽഡ് സൂമാണ്, കണ്ടോ. ഇത് നമ്മുടെ കസ്റ്റം സൂമാണ്, നമ്മൾ തന്നെ എത്രത്തോളം ചെയ്യുന്നു. ഇത് നമുക്ക് സൂം ചെയ്ത് സൂം ഔട്ട് ചെയ്യും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത് സൂം ചെയ്യണമെങ്കിൽ കമാൻഡ് പ്ലസ് ഞെക്കിക്കഴിഞ്ഞാൽ സൂമായി പോവും, കണ്ടോ. ഇനി ഇതുപോലത്തെ സാധനമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഞെക്കിയാൽ മതി. പിന്നെ അതല്ലാണ്ട് ഓപ്ഷൻ ഞെക്കിക്കൊണ്ട് നമ്മൾ മൗസിൻ്റെ ഇത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതും സൂം ആവും. സോ അതൊന്നും നമ്മൾ അധികം ഇവിടെ ഒന്നും പണിയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഷോർട്ട് കട്ട്സ് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് മനസ്സിലാണ്. അതുപോലെ തന്നെ നമുക്ക് ടൈം ലൈൻ, ഇപ്പം ഞാൻ വേറൊരു വീഡിയോ ടൈം ലൈൻ നിങ്ങളെ കാണിക്കുകയാണ്. ഇത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ ടൈം ലൈനാണ്. ഇപ്പോൾ നമുക്കിവിടെ 1 2 3 4 വരെ ഉണ്ട്. നമുക്ക് പലപ്പോഴും എല്ലാം ഇങ്ങനെ ഒരേ നീളത്തിൽ കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ വളരെ സൂക്ഷിച്ചിങ്ങനെ പോയി കഴിഞ്ഞാൽ വീഡിയോ 1ൻ്റെ തൊട്ട് മുകളിൽ ഇങ്ങനെ ഒരു സാധനം വരും. നമുക്കിത് വലുതാക്കണമെങ്കിൽ വലുതാക്കാം, ഇത്രയും വേണമെങ്കിൽ ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. കാരണം ഇത്രയും ഭാഗത്തെ ഒരു എഡിറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ സ്ക്രീൻ റെക്കോർഡിങ്ങിൻ്റെ സാധനം വേണ്ടെങ്കിൽ എനിക്കത് ചെറുതാക്കിയിടാം. അത്രയും നമുക്ക് സ്പേസായി. ഇതും നമുക്ക് ഇത്രയും വേണ്ടെങ്കിൽ വീഡിയോ 2ൻ്റെ മണ്ടയിൽ പോയിട്ട് നമ്മൾ ചെറുതാക്കാം, കണ്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ നമുക്കുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ ഓരോ ട്രാക്ക് നമുക്ക് ഇൻഡിവിജ്വലി ചെയ്യാം. ഇനി നമുക്ക് എൻ്റെ വീഡിയോയുടെ സൈസ് മൊത്തത്തിൽ ഇങ്ങനെ കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ വീഡിയോ ട്രാക്കിൻ്റെ മണ്ടയിലാവണമെന്നില്ല, വീഡിയോകളുടെ സെക്ഷനിൽ കൊണ്ടുപോയി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സംഭവം നമുക്ക് സൂം ആകാം. അതുപോലെ തന്നെ ഓഡിയോ നമുക്ക് വലുതാക്കണമെങ്കിൽ വലുതാക്കാം, ചെറുതാക്കണമെങ്കിൽ ഇങ്ങനെ ഓഡിയോയുടെ ഭാഗത്ത് കൊണ്ടുവന്നായി കഴിഞ്ഞാൽ അങ്ങനെയും ചെറുതാക്കാൻ പറ്റും. നമുക്കിനി കുറച്ച് ബേസിക് ഷോർട്ട് കട്ട്സുകൾ പഠിക്കാം. ഇത് 3 ചാപ്റ്റർ ആയിട്ടുള്ള വീഡിയോ ആണ്. ഷോർട്ട് കട്ട്സ് കഴിഞ്ഞാൽ നമ്മൾ നേരെ എഡിറ്റിങ്ങിലേക്ക് കയറും. അപ്പം ഷോർട്ട് കട്ട്സുകൾ ഏതൊക്കെയാണ്? എല്ലാം ഞാൻ കൂടുതലും ഈ സാധനം ഉപയോഗിക്കുന്നത് അതിൻ്റെ എല്ലാം സെറ്റ് ആയതുകൊണ്ട് ഞാൻ കാണാപ്പണം പഠിച്ചിട്ടില്ല. സോ ഞാനത് ജസ്റ്റ് നിങ്ങൾക്ക് ഓരോന്നോരോന്ന് പറഞ്ഞുതരാം. സ്പ്ലിറ്റ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സ്പ്ലിറ്റ് ക്ലിപ്പ് എന്നൊരു സംഭവമുണ്ട്. നമ്മൾ നേരത്തെ ഇവിടെ കണ്ടായിരുന്നു, ബ്ലേഡ് പോലെ തന്നെ ഒരു സംഭവമാണ് സ്പ്ലിറ്റ് ക്ലിപ്പ്. അത് കമാൻഡ് /ആണ് ഡാവിഞ്ചി റിസോൾവിൽ കിടക്കുന്നത്. പക്ഷെ നമുക്കിത് ഇഷ്ടമുള്ള രീതിയിലേക്ക് അസൈൻ ചെയ്യാം. അത് ഞാൻ ആദ്യം കാണിച്ചു തരാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡാവിഞ്ചി റിസോൾവ് വന്നു കഴിഞ്ഞാൽ കീബോർഡ് കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കാണും. അത് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷോർട്ട് കട്ട്സുകൾ എന്ത് നമുക്ക് നോക്കാം. ഇവിടെ എല്ലാം ഉണ്ട്. ഇപ്പോൾ നമുക്ക് സംശയമുണ്ട് കമാൻഡ് / എന്താ ചെയ്യുന്നുള്ളത്. നമ്മൾ കമാൻഡ് ഞെക്കിയിട്ട് ഈ / ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കും. അത് എൻ്റേതല്ല, എൻ്റേത് ഡീഫോൾട്ട് ആയിട്ടുള്ളതല്ല. ഇവിടെ ഈ മൈൻ എന്നുള്ള സാധനമാണ് എൻ്റേത്. ഇവിടെ പ്രീമിയർ പ്രോ, ഡാവിഞ്ചി റിസോൾവ് അങ്ങനെ എല്ലാത്തിൻ്റെയും ഉണ്ട്. എല്ലാത്തിൻ്റെയും ഷോർട്ട് കട്ടുകൾ അവിടെ ഉണ്ട്. നമുക്ക് തന്നെ ഉണ്ടാക്കാം. ഞാൻ എൻ്റെ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഡാവിഞ്ചി റിസോൾവിൻ്റെ കിടക്കുന്ന കമാൻഡ് / ആണ് ഈ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനത് D എന്നൊരൊറ്റ ബട്ടണിലാക്കി വെച്ചേക്കുവാണ്. അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കമാൻഡ് തപ്പി പോകേണ്ട, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഈ മെയിൻ ഷോർട്ട് കട്ട്സുകളെല്ലാം എൻ്റെ ഈ വിരലിൻ്റെ ഇവിടെയും, ഇത് നമുക്ക് മൗസിന് വേണ്ടിയും ഈ കൈ മാറ്റി വെക്കാം. അല്ലാണ്ട് നമ്മളിവിടെ നോക്കി ഇത് ചെയ്യുന്നതിടെ കമാൻഡ് വെക്കി / ഇവിടെ പോയി വലിയ കീബോർഡാണെങ്കിൽ അവിടെ എത്താൻ കുറച്ച് പാടാ. ബട്ട് വെരി ഈസി. കമാൻഡ് വേണ്ട, ഒന്നും വേണ്ട, ജസ്റ്റ് D, അത് അവിടെ ക്ലിപ്പ് ഇവിടെ സ്പ്ലിറ്റ് ആക്കിയിരിക്കുകയാണ്. ഇനി ഇത് എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം. അതായത് എങ്ങനെ കീബോർഡിൻ്റെ കസ്റ്റമൈസേഷൻ നമുക്ക് ഇഷ്ടമുള്ളതാക്കാം എന്നുള്ള കാര്യം കൂടെ ക്വിക്കായിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പം സ്പ്ലിറ്റ് ക്ലിപ്പ് എന്നുള്ള ഒരു സാധനമാണ്. അപ്പം നമുക്കൊന്നെങ്കിൽ ഇവിടെ ജസ്റ്റ് D ഞെക്കിയാൽ അത് കാണിക്കും ഇവിടെ സ്പ്ലിറ്റ് ക്ലിപ്പ്, കാരണം ഞാൻ D ഇട്ടത് കൊണ്ട്. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്പ്ലിറ്റ് എന്നുള്ള സാധനം അടിച്ചു കൊടുത്താൽ ഇവിടെ വരും കുറേ എന്തൊക്കെ സ്പ്ലിറ്റ് ഉണ്ടോ അതൊക്കെ വരും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് സ്പ്ലിറ്റ് ക്ലിപ്പ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ടൈം ലൈൻ്റെ ഉള്ളിൽ കാണും. അപ്പോൾ അത് സ്പ്ലിറ്റ് ക്ലിപ്പാണ്. അത് നമുക്കിവിടെ ഇത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം ഇട്ട് കൊടുക്കാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഇഷ്ടമുള്ളൊരു കാര്യം ഇട്ട് കൊടുക്കുമ്പോൾ കമാൻഡ് F ഒക്കെയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അത് ഓൾറെഡി വേറെ ഒരെണ്ണത്തിനുണ്ടെങ്കിൽ അത് നടക്കില്ല. അത് നടക്കില്ല. അപ്പോൾ നമ്മളത് തന്നെ വേണമെന്ന് വാശി പിടിച്ചാൽ നമ്മളിത് അസൈൻ ചെയ്തിട്ട് അപ്പുറത്ത് ഇത് പോയി എടുത്ത് കളണം. ഇത് ഞാൻ അസൈൻ ചെയ്യുന്നു. അപ്പോൾ ഞാനിതിപ്പം കമാൻഡ് F ആണെങ്കിൽ കമാൻഡ് F സ്പ്ലിറ്റ് ക്ലിപ്പും ഉണ്ട്, സിനിമ വ്യൂവറും ഉണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് സിനിമ വ്യൂവറിനെ നമ്മൾ എടുത്തിങ്ങനെ കളയണം. അങ്ങനെ വരുമ്പോൾ ആ ഒരു പ്രശ്നം കൂടെ കിട്ടും. ക്യാൻസൽ കൊടുക്കട്ടെ, ഡിസ്കാർഡ് കൊടുക്കട്ടെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കിത് സേവ് ചെയ്യാം. സംശയമുള്ളവർ എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചാൽ മതി. എനിക്ക് ഇങ്ങനെ ഒത്തിരി നമുക്ക് പറഞ്ഞു പോകത്തില്ല, സമയം പോകുന്നുള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ സ്പ്ലിറ്റ് ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ ക്ലിപ്പുകൾ നടുവ് മുറിക്കാനാണ്. ഞാൻ D ആണ് ഇട്ടിരിക്കുന്നത്. ഡാവിഞ്ചി റിസോൾവ് ഡീഫോൾട്ടായിട്ട് കമാൻഡ് / ഈ / എന്നൊരു സംഭവം. അടുത്ത് ഡിലീറ്റ് സെലക്റ്റഡ് ക്ലിപ്പ് വളരെ സിമ്പിളാണ്. നമ്മൾ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡിലീറ്റ് അടിച്ച് കഴിഞ്ഞാൽ ആ ക്ലിപ്പ് അങ്ങോട്ട് പോകും. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ
ഇത്രയും ഭാഗം സെലക്ട് ചെയ്തു ഡിലീറ്റ് ആക്കി. പക്ഷേ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഗ്യാപ്പ് കളയണമെങ്കിൽ വീണ്ടും ആ ഗ്യാപ്പിൽ ഞെക്കി ഒന്നുകൂടെ ഡിലീറ്റ് ആക്കിയാലേ ആ ഗ്യാപ്പ് ക്ലിയർ ആയി കിട്ടുള്ളൂ. നിങ്ങൾക്ക് അവിടെ ഗ്യാപ്പ് വേണ്ടതാണെങ്കിൽ കുഴപ്പമില്ല, ഈ ഡിലീറ്റ് ചെയ്താൽ മതി. പക്ഷേ ഗ്യാപ്പ് വേണ്ട, യു ജസ്റ്റ് എഡിറ്റിംഗ് ആൻഡ് അപ്പുറത്തെ ക്ലിപ്പുകൾ ഇങ്ങോട്ട് വരണം എന്നാണെങ്കിൽ നമുക്ക് അടുത്തൊരു സാധനമാണ് റിപ്പിൾ ഡിലീറ്റ് എന്ന് ഉള്ളൊരു സംഭവം. അതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഫ്റ്റ് ഡിലീറ്റ് ആണ്. അതായത് നിങ്ങളുടെ ഇതിൽ ഷിഫ്റ്റ് ഡിലീറ്റ് ആയിരിക്കും, എൻ്റെ ഇതിൽ ഷിഫ്റ്റ് W ആണ്. കാരണം വീണ്ടും എനിക്ക് ഇവിടുന്ന് ഇവിടം വരെ വിരൽ പോയാൽ മതി, അതുകൊണ്ട് ഞാൻ അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഓക്കെ, അതെന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പം ഈ ക്ലിപ്പ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഷിഫ്റ്റ് W ഞെക്കുമ്പോൾ ഓട്ടോ ട്രാക്ക് സെലക്ടർ ഓൺ ആയില്ലെങ്കിൽ ഇത് തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല കേട്ടോ, അത് പറഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഷിഫ്റ്റ് W ഞെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് കണ്ടു നോക്കാം. ഇപ്പോൾ ഞാൻ ഈ ക്ലിപ്പിവിടെ സെലക്റ്റഡ് ആണ്. ഷിഫ്റ്റ് W ഞെക്കുമ്പോൾ ആ ക്ലിപ്പ് പോയി അപ്പുറത്തെയുള്ള എല്ലാം ഇപ്പുറത്തേക്ക് വന്നു. അതിൻ്റെ പേരാണ് സ്പ്ലിറ്റ് അതിൻ്റെ പേരാണ് റിപ്പിൾ ഡിലീറ്റ്. സ്പ്ലിറ്റോ റിപ്പിൾ ഡിലീറ്റ്. ഓക്കെ, മറ്റേ സാധാരണ ഡിലീറ്റ്, ഇത് റിപ്പിൾ ഡിലീറ്റ്. ഇനി അടുത്ത കമാൻഡ് C, കമാൻഡ് V, ഓപ്ഷൻ V എന്നുള്ള 3 സാധനങ്ങളാണ്. ഒന്നുമില്ല, കോപ്പി, പേസ്റ്റ് ആട്രിബ്യൂട്ട്സ്. പഠിപ്പിച്ചു തരാം. അതായത് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ഈ ക്ലിപ്പിനെ കോപ്പി ചെയ്യണം, കമാൻഡ് C ചെയ്യണം, എന്നിട്ട് നമുക്ക് പ്ലേ ഹെഡ് ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവെക്കണം. കമാൻഡ് V ഞെക്കിയാൽ ആ ക്ലിപ്പ് അവിടെ വന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കതങ്ങനെ പല കാര്യത്തിനും ഉപയോഗിക്കാം. ഒരു ക്ലിപ്പിനെ അവിടെ നിന്ന് എടുത്ത് അപ്പുറത്ത് കൊണ്ടുവെക്കാനൊക്കെ അത് നോർമലി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കമാൻഡ് C കോപ്പിക്ക്, കമാൻഡ് V പേസ്റ്റ്. പക്ഷേ വാട്ട് ഇഫ് ഇപ്പോൾ ഈ ക്ലിപ്പിൽ ഞാൻ കുറച്ച് എഫക്റ്റുകൾ കൊണ്ടുപോകും. നമുക്ക് ഈ ക്ലിപ്പ് വേണ്ട, നമുക്ക് ബി റോളിൽ പോവാം. ബി റോളിൽ പോയിട്ട് ഞാൻ ഈ ക്ലിപ്പ് ഇവിടെ എടുത്തിടുകയാണ്. ജസ്റ്റ് ഒന്ന് സൂം ചെയ്യണം. ഇതിന് സൗണ്ടൊന്നുമില്ല, കാരണം ഒരു ടൈം ലാപ്സാണ്. ഓക്കെ, കണ്ടുണ്ട്, നല്ല രസമാണ്. അപ്പോൾ ഞാൻ ഇതിന് ഒരു എഫക്റ്റ് കൊണ്ടുവന്നു. ഇതെന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞു വരും. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഡൈനാമിക് സൂം എന്നൊരു എഫക്റ്റ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ തൊട്ടടുത്ത് വേറെ ഒരു അതേപോലത്തെ ഒരു ക്ലിപ്പും കൂടെ കിടപ്പുണ്ട്. അപ്പം അതിനും എനിക്ക് അതേപോലത്തെ ഒരു ഡൈനാമിക് സൂം വേണം. അതായത് ഈ ക്ലിപ്പിനിട്ട എല്ലാ എഡിറ്റും എനിക്ക് ഇതിലേക്ക് വരണം, കളർ ഗ്രേഡിങ് ഒഴുകി. ഇവിടെ എഡിറ്റ് പേജ് ചെയ്ത എല്ലാ എഡിറ്റും വരണം. അതിന് വളരെ സിമ്പിളാണ്. അപ്പോൾ കമാൻഡ് C കോപ്പി ഞെക്കുക. അതിനുശേഷം എവിടെയാണോ കൊണ്ട് നമുക്ക് ആ സെറ്റിങ്സ് വേണ്ടത് ആ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് ഓപ്ഷൻ V ഞെക്കുക. ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ നമുക്ക് എന്തൊക്കെയാണോ സെലക്ട് ചെയ്യേണ്ടത് അതൊക്കെ സെലക്ട് ചെയ്യാം. ഓൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലിപ്പിലുള്ള എല്ലാം ഇപ്പുറത്തേക്ക് വരും. അപ്ലൈ. സോ ആ ക്ലിപ്പിനും ഈ സംഭവം വന്നിട്ടുണ്ട്. ഇത് കണ്ടോ? അപ്പോൾ ആ ക്ലിപ്പിനും അങ്ങനെ ഒരു എഡിറ്റ്. അപ്പോൾ ഏത് ക്ലിപ്പിൽ നിന്ന് കോപ്പി ചെയ്യണോ അവിടെ കമാൻഡ് C ഞെക്കുക. പേസ്റ്റ് ചെയ്യുമ്പം ഓപ്ഷൻ V വെക്കുക. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഇപ്പം ഓപ്ഷൻ V നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ അവിടെ കുറേ വരും. കോമ്പോസിഷൻ മോഡ്, അതായത് ഇവിടെയുള്ള സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഒപ്പാസിറ്റി, പൊസിഷൻ, റൊട്ടേഷൻ ആംഗിൾ, സ്കെയിൽ, സൂം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ലെഫ്റ്റ്, റൈറ്റ്, സോഫ്റ്റ്നെസ്, ഫ്ലിപ്പ്, റിയൽ ടൈം, മോഷൻ എസ്റ്റിമേഷൻ, റിയൽ ടൈം പ്രോസസ്, പ്ലഗിൻസ്, കളർ കറക്ഷൻ ഒക്കെ നമുക്ക് കോപ്പി ചെയ്യാം. അത് കളർ ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്തുനിന്ന് കോപ്പി ചെയ്യാം. ഇപ്പുറത്ത് ഒരു കളർ ഗ്രേഡും ചെയ്തിട്ടില്ലെങ്കിൽ നടക്കില്ല. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സംഭവങ്ങളെല്ലാം ഇവിടെ അതുപോലെ തന്നെ വരും. അതാണ് എന്ത് ഈ പേസ്റ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് അടുത്ത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് JKL എന്ന് പറഞ്ഞ സംഭവം. എന്താണ് JKL? JKLൻ്റെ ഷോർട്ട് കട്ട് ഇത് തന്നെയാണ്. തണുപ്പിൻ്റെ ഒരു തൊണ്ടയ്ക്ക് ഒരു പിടുത്തം. ഓക്കെ, അപ്പം JKL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്യുവാണ്. നമുക്കിത് കേട്ടോണ്ടിരിക്കാം. നമുക്ക് ഞാൻ പതുക്കെ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഇന്നൊന്നും എഡിറ്റ് ചെയ്ത് തീരില്ല. സോ നമുക്ക് സ്പീഡിൽ കേൾക്കണം. അപ്പോൾ നമ്മൾ എല്ലാം ഞെക്കി കഴിഞ്ഞാൽ ഫോട്ടോസ് കിട്ടിയായിരുന്നു, പ്ലേ ആവും. ഒന്നുകൂടെ എല്ലാം കഴിഞ്ഞാൽ സ്പീഡായി, വീണ്ടും സ്പീഡായി. സെയിം വേ എല്ലാണത്. എല്ലാം ഞെക്കും തോറും സ്പീഡാവും. നമുക്ക് J ഞെക്കാം. അറബി. അതുപോലെ തന്നെ ബാക്കിലേക്കും ആ സ്പീഡിൽ പ്ലേ ചെയ്യും. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, അവിടെ പോസ് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ JKL അറിയാലും മുമ്പോട്ട് പുറകോട്ട് സ്പീഡിൽ കേൾക്കാം. നമുക്ക് കാരണം ചില സമയത്ത് നമുക്ക് ഇത് സ്പീഡിൽ കേൾക്കാം, ഒരു സിംഗിൾ സ്പീഡിലേക്ക് കേൾക്കാം. അപ്പോൾ ആ ഒരു സ്പീഡിൽ കേട്ടാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതാണ് JKL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തതാണ് നമുക്ക് സെലക്ട് ക്ലിപ്പ് ഫോർവേഡും സെലക്ട് ക്ലിപ്പ് ബാക്ക്വേഡും. അതായത് മുമ്പോട്ടുള്ള എല്ലാ ക്ലിപ്പുകളും നമ്മുടെ ഒരു പോയിന്റിൽ നിന്ന് സെലക്ട് ചെയ്യുക, താഴോട്ടുള്ള എല്ലാ ക്ലിപ്പുകളും, പുറകോട്ടുള്ള എല്ലാ ക്ലിപ്പുകളും ഒരു പോയിന്റിൽ നിന്ന് സെലക്ട് ചെയ്യുക. വെരി സിമ്പിൾ. ലൈക്ക് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മിനിമൈസ് ചെയ്തിട്ട് ഇങ്ങനെ എല്ലാം സെലക്ട് ചെയ്യാം. പക്ഷേ അതൊരു മൈക്രോ സെക്കൻഡുകൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്, ഓപ്ഷൻ Y. ഓപ്ഷൻ Y ഞെക്കി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത്
അവിടെ മുതലുള്ള എല്ലാ ക്ലിപ്പുകളും നമ്മുടെ പ്ലേ ഹെഡ് എവിടെയാണ് ഇരിക്കുന്നത് ആ ക്ലിപ്പ് മുതലുള്ള അങ്ങോട്ടുള്ള എല്ലാ ക്ലിപ്പുകളും സെലക്ട് ആകും. അപ്പോൾ നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അങ്ങനെ അങ്ങ് വലിച്ചിട്ട് കഴിഞ്ഞാൽ അത് സ്ഥലം മാറി കിട്ടും. അതുപോലെ തന്നെ മറ്റേതാണ് ബാക്കിലേക്കുള്ളതാണ് ഓപ്ഷൻ കമാൻഡ് വൈ. അതായത് ഓപ്ഷൻ കമാൻഡ് വൈ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ ഇരിക്കുന്ന ക്ലിപ്പിൻ്റെ പുറകോട്ട് നമ്മുടെ പ്ലേ ഹെഡ് എവിടെയാണ് ഇരിക്കുന്നത് അതിന് മുമ്പോട്ടും പുറകോട്ടും അത് ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ. സോ ഈ വീഡിയോയുടെ അവസാനത്തെ മൂന്നാമത്തെ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗത്തിലേക്ക് കയറുകയാണ്, നമ്മൾ എഡിറ്റിങ്ങിലേക്ക് കയറുകയാണ്. ഈ എഡിറ്റിങ്ങിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ മെത്തേഡിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിപ്പിൾ സ്റ്റാർട്ട് ടു പ്ലേ ഹെഡും റിപ്പിൾ എൻഡ് ടു ദ പ്ലേ ഹെഡ് എന്നൊരു സംഭവമാണ്. അതായത് ഇതൊരു മെത്തേഡ് ഓഫ് എഡിറ്റിംഗ് ആണ്. അതിനു മുമ്പ് നമുക്ക് സാധാരണ രീതിയിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. നമ്മളിപ്പം ഈ ഒരു വീഡിയോ കാണുകയാണ്, നമ്മൾ ഇവിടെ പ്ലേ ചെയ്യുന്നു, ഈ ക്ലിപ്പ് നമുക്ക് വേണ്ട, സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, ഇതെടുക്കുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, വീണ്ടും നമ്മളിത് കേൾക്കുകയാണ്. ഞാൻ എല്ലാം അടിക്കുന്നു, ഒന്ന് സ്പീഡിൽ കേൾക്കാൻ. ഇവിടെ എത്തി. ഓൾറൈറ്റ്, നമ്മളിന്ന് പീക്ക് ഡിസ്ട്രിക്റ്റ് വരെ ഒന്ന് പോവാണ്, പീക്ക് ഡിസ്ട്രിക്റ്റ് നാഷണൽ പാർക്കിലേക്ക്. അപ്പോൾ നമുക്കിവിടെ മുതൽ വേണ്ടാന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് അത് ഞാൻ ഇവിടെ നമ്മൾ വീണ്ടും ഒന്നെങ്കിൽ ബ്ലേഡ് എടുക്കുന്നു അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുന്നു. സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ക്ലിപ്പ് എടുക്കുന്നു, വീണ്ടും ഡിലീറ്റ് അടിക്കുന്നു, എന്നിട്ട് ഇങ്ങോട്ട് പോകുന്നു, വീണ്ടും നമ്മൾ പ്ലേ ചെയ്യുന്നു. നമ്മൾക്ക് ഇവിടെ ഒരു കട്ട് വേണം, ഇവിടം മുതൽ ഇവിടം വരെ ഉള്ളത് നമുക്ക് വേണ്ട, സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് അടിക്കുന്നു. എത്ര സ്റ്റെപ്പുകളാണ് ഇതിന് വേണ്ടത്? ഇങ്ങനെയാണ് നോർമലി അല്ല, ഒരു ബിഗിനർ നിലയിൽ ഞാനൊക്കെ തുടക്കകാലത്ത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നിങ്ങൾക്ക് റിപ്പിൾ ഡിലീറ്റ് ടു പ്ലേ ഹെഡ് ആൻഡ് ആ ഒരു സംഭവം പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമാൻഡ് ഷിഫ്റ്റ് നമ്മുടെ ബ്രാക്കറ്റ്സ് ആണ്. ഞാൻ പക്ഷേ വളരെ സിമ്പിളായിട്ട് ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ എസ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഞാൻ ഈ ഒരു ക്ലിപ്പ് ഈ മെത്തേഡിൽ വളരെ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് കാണിക്കും. ഇപ്പം ഈ ഒരു ക്ലിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം, നമുക്കൊന്ന് പ്ലേ ചെയ്യാം. ആൻഡ് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ഓക്കെ, ടേക്ക് സം ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട് നോക്കുകയാണ്. സോ ഇവിടെ ഞാൻ അനാവശ്യമായിട്ട് ഇവിടെ നോക്കി നിൽക്കുകയാണ്. ഓക്കെ, അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ മുതലാണ് തുടങ്ങുന്നത്. ആ അടിപൊളി വ്യൂ ആണെന്നുള്ളത് മുതലാണ് നമ്മളുടെ ക്ലിപ്പ് തുടങ്ങുന്നത്. കണ്ടോ, ഇവിടെ മുതൽ ഈ ഒരു പോസ് കഴിഞ്ഞു, ഇവിടെ മുതൽ നമുക്കുണ്ട്. സോ നമ്മൾ ഇപ്പുറത്തേക്കുള്ള ഭാഗം നമുക്ക് വേണ്ട. എന്ത് ചെയ്യുന്നേ? കമാൻഡ് എ അല്ലെങ്കിൽ കമാൻഡ് എസ് എൻ്റേത്, കമാൻഡ് ഷിഫ്റ്റ് മറ്റേത് നിങ്ങളുടേത്. അപ്പോൾ അത് ആ ഷോർട്ട് കട്ട് നോക്കി നിങ്ങൾ ഇങ്ങോട്ടുള്ള ബ്രാക്കറ്റ് സംഭവം ഇടുക. അപ്പോൾ ഞാനത് അങ്ങോട്ടുള്ള കട്ട് ചെയ്ത് കളഞ്ഞു. കണ്ടോ, അപ്പോൾ അത്രയും ഭാഗം പോയി. സോ ക്ലിപ്പ് തുടങ്ങുന്നത് എവിടെയാ? അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ല, കുഴപ്പമില്ല. അത് നമുക്ക് വേണ്ട. കണ്ടോ, അതൊരു ഭയങ്കര വൃത്തികെട്ട പാനായിപ്പോയി. നമുക്കറിയാതെ അറിയാണ്ട് സംഭവിച്ചെന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ അവിടെയുള്ള ഭാഗം നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്തു. കണ്ടോ, പിന്നെ നമുക്ക് തുടങ്ങുന്നത് ഓക്കെ, നല്ല ഇരുട്ട. ഓക്കെയും വേണമെന്നില്ല. നമ്മൾ അവിടുന്ന് ബാക്ക് സൈഡ് വീണ്ടും ബ്രാക്കറ്റ് അടിച്ച് അത്രയും ഭാഗം കളഞ്ഞു. ഇപ്പം നമുക്കത് കണ്ടു നോക്കാം. സ്പീഡിലാക്കാം, എല്ല് ഞെക്കി. കണ്ടോ, അപ്പോൾ അവിടെ അങ്ങനെ വന്നു. ഈവൻ നമുക്ക് കുറച്ചുകൂടെ പ്രിസിഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ കണ്ടോ, അവിടെ ആ ഒരു പാൻ കണ്ടോ, അവിടെ ഒരു ചെറിയൊരു ഇതുണ്ട് ഇങ്ങോട്ട് പോയി എന്നുള്ളത്. അത് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഓൾറെഡി ഇവിടെ ഒരു കട്ടുണ്ട്. സോ നമുക്ക് വേണ്ടത് അപ്പുറത്തേക്കുള്ള കട്ടാണ്. കമാൻഡ് എസ് അല്ലെങ്കിൽ കമാൻഡ് നിങ്ങളുടെ ഷിഫ്റ്റ് കമാൻഡ് മറ്റേ ബ്രാക്കറ്റ് അപ്പുറത്തേക്കുള്ള ഇടുക, അത് കട്ട് ചെയ്ത് പോയി. ഓക്കെ, സോ വെരി സിമ്പിൾ. അപ്പോൾ നമുക്ക് അത്രയും ഭാഗം പോയി. വീണ്ടും കാണുന്ന പോലുമില്ല. ഞാൻ ലൈറ്റും പണ്ടാരൊക്കെ എടുത്ത് മറ്റേ ബാഗിൻ്റെ ഉള്ളിൽ വെച്ചു. കാരണം അവിടെ ഫോട്ടോ എടുക്കുന്നവർക്ക് നമ്മൾ അൺനെസസറി ആയിട്ട് കാരണം എന്താ, ഈ ഡി ജെയുടെ സാധനം തെറ്റി അങ്ങോട്ട് എൻ്റെ നെഞ്ചാണ് കാണിക്കുന്നത്. സോ നമുക്ക് അതൊന്നും വേണ്ട. ഞാൻ ഇരുട്ടാണ്, നിങ്ങൾക്ക് കാണത്തില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ശരിക്കും അവിടെ വീണ്ടും തുടങ്ങുന്ന പരിപാടി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യണം, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇത്രയും വേണ്ട. ഞാൻ മറ്റേ സംഭവം അടിച്ചു. ഇരുട്ടാണ്, നിങ്ങൾക്ക് കാണത്തില്ല, കട്ടായി. ഞാനത് ലൈറ്റ് എടുത്ത് ബാഗിനുള്ളിൽ വെച്ചു. കാരണം അവിടെ ഫോട്ടോ എടുക്കുന്നവർക്ക് നമ്മളൊരു ഡിസ്റ്റർബൻസ് ആണല്ലോ. എൻ്റെ മൂക്ക് മാത്രമേ കാണത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് അപ്പുറത്ത്. ടൈം ഗ്ലാസ് ഞാൻ കാണിക്കാം. കാരണം ആ ഫോഗിലേക്ക് ഇങ്ങനെ
സൂര്യൻ്റെ ഒരു റെഡ് കളർ ഇങ്ങനെ വരുന്ന ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ആ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു B-roll ഇടാവുന്നതാണ്. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ എഡിറ്റിംഗ് നമുക്ക് ഈ വീഡിയോ ഇതിൻ്റെ ശേഷം പ്രൊഫഷണൽ അല്ല ഒരു ബിഗിനർ എഡിറ്റിംഗ് നമുക്ക് ഈ ഒരു ട്യൂട്ടോറിയലിൽ ബേസിക് കവർ ചെയ്ത് കഴിയുമ്പം നമുക്ക് ഈ ടൈം ലൈൻ ഒന്ന് എഡിറ്റ് ചെയ്ത് വീഡിയോ ആക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്കത് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ഇട്ടേരെ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു സ്റ്റോറിക്കകത്ത് ആവശ്യമില്ലാത്തുള്ള എല്ലാം എടുത്ത് കളഞ്ഞ് നമുക്ക് എത്രത്തോളം ടൈറ്റാക്കി ഒരു സ്റ്റോറി ആക്കി മാറ്റാവോ, ഉള്ള ക്ലിപ്പൊക്കെ വെച്ച് എത്രത്തോളം B-rollൊക്കെ ഇട്ട് നമുക്ക് ശരിയാക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു സംഭവം വേണമെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങളത് കമൻറ്റ് ഇട്ടേരെ. നമുക്കത് ചെയ്ത് നോക്കാം. പാളിപ്പോയൊരു സ്ക്രിപ്റ്റാണിത്, പക്ഷേ നമുക്ക് അതിനെ എത്രത്തോളം സെറ്റാക്കി മാറ്റാൻ പറ്റുമോ നമുക്ക് നോക്കാം. എനിവേ അങ്ങനെയെന്ന് വേണമെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ഇട്ടേരെ. ബേസിക്കലി സംഭവിക്കുന്നത് എന്താണ്, ഇവിടെ നമ്മുടെ ഇപ്പുറത്തെ ഭാഗത്തേക്കുള്ള കമാൻഡ് അല്ല ഓപ്ഷൻ A ഞെക്കി കഴിഞ്ഞാൽ ഇപ്പുറത്തെ ഭാഗത്തേക്കുള്ള എല്ലാ ഭാഗവും പോകുന്നു. അത് നേരത്തെ നമ്മൾ ഓപ്ഷൻ S ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പുറത്തെ ഭാഗത്തു നിന്നുള്ള എല്ലാം ഇങ്ങോട്ട് പോകുന്നു. ഇത് വളരെ ഈസിയാണ്. ഇതാണ് ഈ ഒരു മെത്തേഡ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് വളരെ സിമ്പിളാണ്, ഒന്ന് തലയ്ക്കകത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നുള്ളൂ. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ക്ലിപ്പിൽ ആവശ്യമുള്ളതെല്ലാം കളഞ്ഞ് ആവശ്യമില്ലാത്ത എല്ലാം കളഞ്ഞ് നമ്മളൊക്കെ സാധാരണ എഡിറ്റ് ചെയ്യുന്നൊരു മെത്തേഡിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ കാര്യം നോക്കുക. കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതെല്ലാം നമ്മൾ ഇങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്. ഈ കട്ട് ചെയ്യാനുള്ള ഈ കാണുന്ന എല്ലാ കട്ടുകളും ഈ കാണുന്ന എല്ലാ കട്ടുകളും നമ്മൾ ഈ പറഞ്ഞ പോലെ അവിടെ ഇവിടുന്ന് എല്ലാം എടുത്ത് കളഞ്ഞ് വന്നതാണ്. സോ ഈ ബേസിക് മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, വെരി ഈസി. ആൻഡ് എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെയാണ് കട്ട് ചെയ്ത് കളയുന്നത്, നമുക്ക് ആവശ്യമില്ല, നമ്മുടെ കഥയുമായിട്ടല്ല നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ചേർന്ന് പോകുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. വീണ്ടും ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം ഒരു വ്ളോഗ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ട് വന്നുപോയ ചില ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടി വരും. ഇപ്പം ഞാൻ ഇതുപോലെ ട്യൂട്ടോറിയൽ വീഡിയോസിനകത്ത് നമ്മൾ വാചാലനായിട്ട് സംസാരിച്ച് ടോപ്പിക്കിൽ നിന്നൊക്കെ ഔട്ടായി ചില സമയത്ത് പോകുമ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കളയും. ആ ഒരു സംഭവമാണ് നമ്മൾ ആ ഒരു എഡിറ്റിങ്ങിൽ നടത്തുന്നത്. ആവശ്യമില്ലാത്തത് കളയുക, അൺനെസറി ഗ്യാപ്സ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പക്ഷെ അൺനെസസറി ആയിരിക്കണം, നെസസറി ആയിട്ടുള്ളൊരു ഗ്യാപ്പല്ല. അപ്പം വളരെ സിമ്പിളാണ്, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇൻസ്പെക്ടർ പേജിലേക്ക് പോവും. ഇൻസ്പെക്ടർ പേജ് മൊത്തം നമ്മളൊന്ന് അഴിച്ച് പണിത്, ഫ്രീ വേർഷനകത്തുള്ള ഞാൻ പറയുന്നുള്ളൂ. ലെൻസ് കറക്ഷൻ പറയില്ല, സൂപ്പർ സ്കെയിൽ പറയില്ല, സ്പീഡ് ചേഞ്ചിനകത്ത് സ്പീഡ് വാപ്പിൻ്റെ കാര്യം ഞാൻ പറയില്ല. ബാക്കിയെല്ലാം ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം എഡിറ്റിങ് ഒന്നുകൂടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്നത് കാണണമെങ്കിൽ, ലിറ്ററലി ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അത് കട്ട് ചെയ്ത് ആ ഒരു എഡിറ്റിങ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒരു കമൻറ്റ് ഇടുക. ഞാൻ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു വീഡിയോ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു എക്സ്പ്ലനേഷനിൽ കട്ടിങ് എന്നൊരു പ്രോസസ്സ് ഇവിടെ നിർത്തും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നമുക്കിതിൻ്റെ ബാക്കി ഇൻസ്പെക്ടർ പാനലുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ശരിയെന്ന്, ബൈ, ടേക്ക് കെയർ, പീസ്.